ബിഗ് ബോസ് ഹൗസിൽ 2 ദിവസമായിട്ട് നെവിൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ സീസൺ 4-ലെ റിയാസ് സലീമിനെ ഓർമ്മ വരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് മലയാളത്തിൽ ഒരുപാട് വെറുപ്പ് തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റിയാസ്. കാരണം റിയാസ് നല്ല ഗെയിമറാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഗെയിം ചേഞ്ചർ. പക്ഷേ എനിക്ക് റിയാസിൻ്റെ ഗെയിമിൻ്റെ രീതി, റിയാസ് മറ്റുള്ളവരെ അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൊറിയത്തരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പിന്നെ ആ ഡോക്ടർ റോബിനെ ഔട്ടാക്കിയ ആ രീതി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് എനിക്ക് റിയാസിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഒരു കാര്യമില്ലാതെ ഒരു വ്യക്തിയുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ, ടോയ്ലറ്റിൽ ഹിറ്റടിച്ചിട്ട് സഫോക്കേഷനിൽ ഇറങ്ങി വന്ന് പുള്ളിക്കാരൻ തള്ളിയപ്പോൾ പരാതി കൊടുത്തുകൂടാതെ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അവൻ്റെ ഡ്രാമയാണെന്ന് റിയാസ് പറഞ്ഞു പോകുന്നത്. ഇനി ഇന്ന് നെവിൻ ഷാനവാസിക തറയെ വീണ് ബുദ്ധിമുട്ടിക്കുന്ന ആ നെഞ്ചുവേദന എടുത്ത് ഈ പറയുന്ന കിടക്കുന്ന സമയത്ത് നെവിൻ അതുപോലെ തന്നെ എനിക്ക് നെവിൻ ഡ്രാമയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് അസൽ റിയാസിനെയാണ് ഓർമ്മ വരുന്നത്. കമ്പയർ ചെയ്തതല്ല കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നു അത്. എന്താണ് നെവിൻ 2-3 ദിവസമായിട്ട് ഓൾറെഡി അവൻ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ബോസേട്ടനൊന്നും പറയുന്നില്ല, ലാലേട്ടനൊന്നും പറയുന്നില്ല, അങ്ങനെ അഹങ്കാരം പിടിച്ച് എവിടെയോ എത്തി നിൽക്കുകയാണ്. എന്താണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ, എന്താണ്, എത്ര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നല്ല ടാലൻ്റുള്ള എത്രയൊക്കെയോ കഴിവുകളുള്ളൊരു പയ്യനാണ്. പക്ഷേ അവൻ്റെ ടാലൻ്റൊക്കെ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തൊരു ഗെയിമാണ് ഇത്. ഇത് ഗെയിമായിരിക്കാം, അവൻ്റെ ഗെയിമായിരിക്കും. ഇപ്പോൾ റിയാസ് സലീം ചെയ്തതും ഗെയിമായിരുന്നല്ലോ, അത് ഇഷ്ടപ്പെടാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ല, മെജോറിറ്റി ആയിട്ടുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടാൻ സാധിക്കുക? കഴിഞ്ഞ ആഴ്ച എൻ്റെ അനുമോളെ എത്രത്തോളം വിഷമിപ്പിച്ച ആ ടാസ്കിൻ്റെ ഇടയിലും അതിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അവൻ പെരുമാറുന്നത്. ഓരോ ദിവസം ഓരോ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ സ്റ്റാൻഡ് കളിച്ച് നിൽക്കുമെങ്കിലും ഭയങ്കര റിവഞ്ചാണ് ആ പയ്യന്. അതിനെക്കുറിച്ചൊന്നും ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ വന്ന് പറഞ്ഞില്ല, ഒന്നും സ്ട്രിക്റ്റായിട്ട് വാൺ ചെയ്തില്ല. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇന്നിപ്പം കാണുന്നുണ്ട്. ഇന്നലെ അനുമോളെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് എന്തെല്ലാം വിഷയങ്ങൾ, ബെഡിൽ വെള്ളമൊഴിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി. ഇന്നിപ്പോൾ രാവിലെ ഷാനവാസിക്ക അവൻ കാരണം ഹോസ്പിറ്റലൈസ്ഡ് വരെയായി. എന്താണ് പറയേണ്ടത്? എന്നിട്ടും ബോസേട്ടൻ വിളിച്ചിട്ട് ലാസ്റ്റ് വാണിംഗ് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു, ആ നിമിഷം സ്പോട്ട് എവിക്ഷനാണ് നടത്തേണ്ടത്. എന്താണ് കാണിക്കുന്നത്? എത്രത്തോളം ഭയങ്കരമാണ്, മോശം പ്രവൃത്തികളാണ്. എനിക്ക് അവൻ ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ ലൈവ് കണ്ടതാണ്. കാരണം പാലൊഴിച്ചതേ കവറെടുത്ത് ഒഴിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ കഴിഞ്ഞ ദിവസം അനുമോളുടെ നേരെ ചാടി കയറി പോകുന്ന ഒരു രീതി കണ്ടോ? അങ്ങനെ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് പെണ്ണുങ്ങളുടെ നേരെ എങ്ങനെയാണോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആ കാർഡ് എടുത്തു, ജെൻഡർ കാർഡ് എടുത്തു, മറിച്ച കാർഡ് എടുത്തു, അങ്ങനെ കുറേ വിക്ടിം പ്ലേ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 3 കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്ന് പറഞ്ഞാൽ 3 കുരങ്ങന്മാരെ ബിഗ് ബോസ് വീടിൻ്റെ അധികാരം ഏൽപ്പിച്ച് കൊടുത്ത പോലെയുണ്ട്. എത്ര മോശമായിട്ടുണ്ട്. അവരുടെ വിചാരം അവർ സ്വേച്ഛാധിപതികളാണെന്നാണ്. ഇത്രയും കാലം മറ്റുള്ളവർ വെച്ച് കൊടുക്കുന്നതും ഭക്ഷണം കഴിച്ച് അതിന് കുറ്റവും പറഞ്ഞ് സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓരോ കിച്ചൺ ടീമിനെ വലിച്ചു കയറുകയും ബീൻ ബാഗിലിരുന്ന് കുറ്റം പറയുകയും സോഫയിലിരുന്ന് കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്നപ്പം അക്ബറിനൊന്നും ഈ വിഷമം മനസ്സിലായില്ല. ഇപ്പം വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് മറ്റുള്ളവർ ഇരിക്കുന്ന കാണുമ്പം. ഇത്രയും കാലം അവൻ ഇരുന്നത് എങ്ങനെയായിരുന്നു എന്ന് അവൻ സ്വയം ഒന്ന് ചിന്തിച്ചുകൂടെ? ആ ബീൻ ബാഗിലിരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവരെയും കുറ്റം പറയലും, അനീഷിനെ ആയിക്കോട്ടെ, അനുമോളെ ആയിക്കോട്ടെ, എല്ലാവരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയല്ലായിരുന്നു. ഇപ്പം അവന് ഒരു 2 ദിവസം അവിടെ എണീറ്റ് വന്ന് ഇത്രയും കാലം ടാസ്കുകളൊന്നുമില്ല, എത്രയോ പ്രാവശ്യം ടാസ്കുകൾ കാരണം താമസിച്ചിട്ടുണ്ട്, എങ്ങനെയെല്ലാം താമസിച്ചിട്ടുണ്ട്, സുഖമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുക, അതിനൊന്നും അവരൊരു കൺസിഡറേഷൻ കൊടുത്തില്ല. ഇന്നലെ അവർക്ക് കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുത്ത് കുറച്ച് പേര് വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് കുരുപൊട്ടി. അവർ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, അവർ ബസ്സിലുള്ളവർ അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, വാഷ്റൂമിലുള്ളവർ അനീഷിൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്ലോറിലുള്ള നൂറയ്ക്ക് വയ്യാത്തതുകൊണ്ട് രാവിലെ തൊട്ട് വയ്യാതെ ഇരിക്കുന്നതായതുകൊണ്ടായിരിക്കാം നൂറ താമസിച്ചത്. പക്ഷെ നൂറ ചെയ്യാൻ തന്നെയാണ് ഇരുന്നത്. അക്ബർ കുറച്ച് ഇടപെട്ട രീതി മോശമായതുകൊണ്ട് നാളത്തേക്ക് മിനിങ്ങാന്ന് അവർക്ക് രാത്രി ഭക്ഷണം കൊടുത്തിട്ടില്ല. ഷാനവാസിന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. എങ്കിലും നെവിന് ശിക്ഷ അർഹിക്കുന്നുണ്ട്. എന്തിനാണ് നെവിനെ പോലുള്ളൊരു വ്യക്തി അവിടെ പ്രേക്ഷകർ നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനുമോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മൾ അനീഷിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ അനുമോക്കൊരു വിഷയം വന്നപ്പോൾ ഷാനവാസ് നന്നായിട്ട് പ്രതികരിച്ചു. പക്ഷേ ഏതോ ഒരു വിഷയം അനുമോൾ സംസാരിച്ചപ്പം ഷാനവാസ് അവിടെ മൗനമായി പോകുന്നുണ്ട്.
പക്ഷേ അനീഷ അവിടെ നിന്ന് നെവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സ്ക്രീൻ സ്പേസ് എടുക്കാൻ നോക്കുന്നു. എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് നെവിൻ തട്ടിക്കയറിയാലും അനീഷ അവിടെ നിന്ന് മാറുന്നില്ല, അനുമോളുടെ അടുത്തുനിന്ന് മാറുന്നില്ല. ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ശരിക്കും അനീഷ അവിടെ പെരുമാറുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോൾ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴും അനീഷ മഴയത്ത് ചെന്ന് വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കിടന്നുറങ്ങി, അനീഷ നേരത്തെ കിടന്നുറങ്ങുന്നതാണ്. രാവിലെ എണീറ്റ് അനുവിനെ കാണുന്നില്ല, തറയിൽ കിടക്കുന്ന കണ്ടപ്പം ഷീറ്റും ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വെസലിലെ കാര്യങ്ങൾ തുടങ്ങിയപ്പോഴും എല്ലാം. പിന്നെ ഷാനവാസിൻ്റെ കാര്യം, ഷാനവാസിനോട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് അവിടെ നിന്ന് കിട്ടിയ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് അനീഷ്. ഇനിയിപ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ അനീഷ് ഇപ്പോൾ ഒരു വിഷമത്തിൻ്റെ പുറത്ത് അങ്ങനെ അനീഷ് ശരിക്കും ഫ്രണ്ടായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അനീഷിന് ഫീലാവുന്നത്. അതുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ വിശ്വസിച്ചത് തെറ്റായിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് ശരിക്കും അല്ലെങ്കിൽ പിന്നെ ശരിക്കും ഞാനൊരാളെ ഫ്രണ്ടായിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്നോട് എന്ത് ചെയ്താലും എന്താണ്, എനിക്ക് ഫീൽ ആവേണ്ട ആവശ്യമില്ല. അനീഷ് അങ്ങനെ ഫീൽ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അനീഷിന് ഷാനവാസിനോട് റിയൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇഷ്ടമുണ്ടെന്നാണ്. അനീഷ് ഇന്ന് ആ ഷാനവാസ് പിന്നെ ആ മെഡിക്കൽ റൂമിൽ എത്തിച്ചിട്ട് കൺഫ്യൂഷൻ റൂമിൽ എത്തിച്ചതിന് ശേഷം ആ മെഡിസിനൊക്കെ പരിശോധിക്കുക. ഇവരെല്ലാവരും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ടലക്കിയാണ് റിവെഞ്ച്. ആ ടൈമിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണ് ഓരോരുത്തർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തല്ല് കൂടുന്നു. പക്ഷേ അനീഷ്, എല്ലാവരും പറയുന്ന അനീഷ് സ്ക്രീൻ സ്പേസ് എടുക്കുന്ന ആളാണ്, പ്രശ്നങ്ങൾ വെറുതെ ക്രിയേറ്റ്. പക്ഷേ ആ സമയത്ത് അനീഷ് അതിനൊന്നും മെനക്കെട്ടിട്ടില്ല. അനീഷ് ഇന്ന് രാവിലെ ഷാനവാസിന് കൊടുത്ത മെഡിസിൻ ഷാനവാസ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്റ്റക്ക് അടിച്ച പോലെയാണ് ലിവിങ് റൂമിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം അനീഷിന് വയ്യാതാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനുമോളോടാണെങ്കിലും അനീഷിന് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അവർ തമ്മിൽ ഗെയിമിന് വേണ്ടി ഓരോ ദിവസവും ഇപ്പം ഷാനവാസിനോടാണെങ്കിലും അനുമോളോടാണെങ്കിലും പറയാൻ തെറ്റാണെന്ന് തോന്നിയാൽ അനീഷ് പറയും. പക്ഷെ അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. ഇപ്പോൾ ഷാനവാസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അനീഷിന് നമ്മുടെ പട്ടാ ഗേൾസ് കുറച്ചൊരു കമ്പനിയൊക്കെ കൊടുത്തൊന്ന് സോഫ്റ്റായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അനീഷിന് നന്നായിട്ട് ഷാനവാസിനെ മിസ് ചെയ്യുന്നുണ്ടാവും. ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഷാനവാസ് അവിടെ തിരിച്ചു വരാൻ അർഹനാണ്. അതായത് ഇത്രയും ഇങ്ങ് എത്തിയില്ലേ. ഒന്നാമത്തെ ദിവസം വന്നിപ്പോൾ ഈ 82-ാം തീയതി ഈ ദിവസം വരെ ഷാനവാസ് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വെച്ചിട്ട് ഇത്രയും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അവിടെ തുടരാൻ അർഹനാണ്. അത് അനീഷിനും നന്നായിട്ട് അറിയാം. അനീഷ് എന്നാ ലാലേട്ടനോട് പറഞ്ഞു, അനീഷിന് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ഷാനവാസ് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ആളുകളോട് സംസാരിക്കാനും അടി ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ അനീഷ് കയറി ഇടയ്ക്ക് നിൽക്കുന്നതിന് കാരണം അതാണ്. അനീഷിൻ്റെ ഫാദറിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അനീഷിനത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. നമ്മൾ പറയും എപ്പോഴും, എന്തിനാണ് അനീഷ പിടിച്ചുകൊണ്ട് പോകുന്നത്, അവരടിക്കണമെങ്കിൽ അടിച്ചാൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായൊരു സംഭവം കണ്ടില്ലേ ഇന്നിപ്പോൾ ഷാനവാസിന് പ്രഷർ താങ്ങാൻ വയ്യാതെ സംഭവിച്ചത്. അനീഷിനും ഇന്ന് വയ്യാതാവുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. എന്തായാലും ഷാനവാസ് ഇന്ന് തിരിച്ചു വരില്ല എന്ന് പറയുന്നത് നെവിനും എൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അവരവിടെ ഇന്ന് കുറച്ച് നേരം അവരൊന്ന് സ്റ്റക്കായെങ്കിലും പിന്നെ നെവിൻ ഓരോ അഹങ്കാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തന്നെ അവിടെ ഇരിക്കുന്നത്. അക്ബറിൻ്റെയും ആരിൻ്റെയും വക വെളുപ്പിക്കൽ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഷാനവാസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്